ഹലോ എവ്രി വൺ, വെൽക്കം ടു JM അക്കാഡമി. ഇന്ന് ഞാൻ OET ലിസണിങ്ങിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ OET ലിസണിങ്ങിൻ്റെ പാർട്ട് C ചെയ്യുമ്പം എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് ഒന്നുകിൽ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഓഡിയോയിലായിരിക്കും അല്ലേ. പലപ്പോഴും ഓപ്ഷനകത്തെ പല വാക്കുകളും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാറില്ല. പല വാക്കുകളുടെയും മീനിങ് നമുക്ക് അറിയാത്തത് കാരണം ആ ഓപ്ഷൻ നമ്മളങ്ങ് നെഗ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. സോ ക്വസ്റ്റ്യനും ഓഡിയോയും പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഓപ്ഷൻസും. സോ ഓപ്ഷനകത്ത് കോമൺ ആയിട്ട് വരുന്ന കുറച്ച് വാക്കുകളും ശരിക്കും ഓഡിയോയിൽ സിനോണിംസ് യൂസ് ചെയ്ത് പറയുക എന്നുള്ളതുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന കുറച്ച് ഓപ്ഷനകത്തെ വാക്കുകൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ എക്സാമ്പിൾസും എടുത്തിട്ടുണ്ട്. അതിൻ്റെ സിനോണിംസും മീനിങ്ങും ഒക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ ഞാൻ ആദ്യം എടുത്തിരിക്കുന്ന വാക്ക് റിസെൻറ്റഡ് എന്നൊരു വാക്കാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമുക്ക് കാണാം, ലെഗ് ആംപ്യൂട്ടേഷനോട് യങ് പേഷ്യൻറ്റ് ഡേവിഡ് എങ്ങനെയാണ് റിയാക്ട് ചെയ്തതെന്നാണ്. സോ ഇതിൻ്റെ ആൻസർ C ഓപ്ഷൻ ആണെന്ന് ചൂസ് ചെയ്യാനോ അല്ലെങ്കിൽ അല്ലാന്ന് എലിമിനേറ്റ് ചെയ്യാനോ നമുക്ക് റിസെൻറ്റഡ് എന്ന വാക്കിൻ്റെ മീനിങ് വേണം അല്ലേ. അതിൻ്റെ സിനോണിം ആയിരിക്കും ചിലപ്പോൾ ഓഡിയോയിൽ പറയുക. സോ റിസെൻറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസഗ്രി ചെയ്യുക എന്നാണ്, അല്ലെങ്കിൽ എതിർക്കുക, ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെയുള്ളൊരു മീനിങ് ആണ് വരുന്നത്. സോ ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആകുന്നതിൻ്റെ ഇന്നബിലിറ്റിനോട് ഡേവിഡിന് എതിർപ്പായിരുന്നു, ഡിസ്ലൈക്ക് ആയിരുന്നു എന്നുള്ളൊരു മീനിങ് ആണ് ഇവിടെ വരേണ്ടത്. ഓക്കെ, സോ റിസെൻറ്റഡിന് പകരമായിട്ട് ഓഡിയോയിൽ അവർ യൂസ് ചെയ്യാൻ ചാൻസ് ഉള്ള വാക്കുകൾ ഒന്ന് അഗ്രീവ്ഡ് എന്നാണ്, രണ്ടാമത്തത് ഡിസ്ലൈക്ക് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ടു, മൂന്നാമത്തത് ബിറ്റർ അബൌട്ട് അല്ലെങ്കിൽ അനോയിഡ് ഓർ ഗ്രഡ്ജ്. ഓക്കെ, സോ അഗ്രീവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ലൈക്ക് എന്നാണ്, ഒബ്ജക്റ്റ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതിർക്കുക എന്നാണ്, ബിറ്റർ അബൌട്ട് എന്ന് പറഞ്ഞാൽ അഗെയിൻ ഇഷ്ടപ്പെടാതിരിക്കുക എന്നാണ്, അനോയിഡ് നമ്മൾ അനോയിഡ് ആകുന്നത് നമുക്ക് എന്തെങ്കിലും കാര്യം ഇഷ്ടമില്ലാതെ വരുമ്പോഴാണ്, ഗ്രഡ്ജ് വരാം. ഓക്കെ, ഇതിലേതെങ്കിലും യൂസ് ചെയ്താൽ ഓർത്തോണം ഒരു റിസെൻറ്റഡ് ആണ് അവിടെ പറയുന്നതെന്നുള്ളത്. ഇനി അടുത്ത ടേം നമുക്ക് നോക്കാം. അടുത്ത വാക്ക് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇംപ്രിസൈസ് എന്നുള്ളൊരു വാക്കാണ്. സോ നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ ഓപ്ഷനിൽ കാണുന്ന അതേ വാക്ക് തന്നെ ഓഡിയോയിൽ യൂസ് ചെയ്യണം എന്നില്ല അല്ലേ. അതിൻ്റെ സിനോണിംസ് ആയിരിക്കും യൂസ് ചെയ്യുക. സോ ആ വാക്ക് എന്താണെന്നും അതിൻ്റെ സിനോണിംസ് എന്താണെന്നും നമ്മൾ ഫെമിലിയർ ആയിരിക്കണം. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് മിസ്അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ റോൾ ഓഫ് കൊളസ്ട്രോൾ ലാർജ്ലി അറൈസ് ഡ്യൂ ടു എന്നാണ്. അതായത് മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്തിൻ്റെ ഫലമായിട്ടാണ് ഉണ്ടാവുന്നതെന്നാണ്. ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് ഇംപ്രിസൈസ് യൂസ് ഓഫ് ദ ടേം ഇൻ ദ മീഡിയ ഈ ഒരു ടേം ഇംപ്രിസൈസ് ആയിട്ട് യൂസ് ചെയ്യുന്നു എന്നാണ്. ഓക്കെ, ഇനി ഇവിടെ ഓഡിയോയിലോട്ട് നോക്കുമ്പോൾ ദർ ഇസ് എ ലോട്ട് ഓഫ് മിസ്അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ റോൾ ഓഫ് കൊളസ്ട്രോൾ ആൻഡ് അബൌട്ട് വെൻ ആൻഡ് വൈ ഇറ്റ് റെപ്രസെൻറ്റ്സ് എ ഹെൽത്ത് ഇഷ്യൂ. ടു മൈ മൈൻഡ് ദിസ് ലാർജ്ലി റിസൾട്ട്സ് ഫ്രം ദ റാദർ ലൂസ് യൂസ് ഓഫ് ദ വേർഡ്. ഓക്കെ, സോ ടേം, വേർഡിൻ്റെ സിനോണിം എന്താണ്? ടേം ആണ് അല്ലേ. അതുപോലെ തന്നെ പെർട്ടിക്കുലർലി ബൈ ജേർണലിസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ജേർണലിസ്റ്റ് എന്ന് പറയുന്നത് മീഡിയാസ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ഇംപ്രിസൈസിൻ്റെ സിനോണിം ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന വാക്ക് ലൂസ് എന്നുള്ളതാണ്. ലൂസ് യൂസ് ഓഫ് ദ വേർഡ്, ഇംപ്രിസൈസ് യൂസ് ഓഫ് ദ ടേം. ഓക്കെ, ഇനി ഇംപ്രിസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്യുറേറ്റ് അല്ലാത്ത എന്നാണ് അതിൻ്റെ അർത്ഥം. ഇംപ്രിസൈസിൻ്റെ സിനോണിമാണ് ലൂസ്. ഇൻഎക്സാക്ട് എന്ന് വെച്ചാൽ എക്സാക്ട് അല്ലാത്ത, ആക്യുറേറ്റ് അല്ലാത്ത, വേഗ്. പിന്നെ ഇംപ്രിസൈസിന് വേറൊരു മീനിങ് വരുന്നത് ബ്ലേർഡ് എന്നുള്ളൊരു മീനിങ് ആണ്. അതായത് കൺഫ്യൂസ്ഡ് എന്നുള്ളൊരു മീനിങ്, ക്ലിയർ അല്ല, ക്ലാരിറ്റി ഇല്ലാത്ത കാര്യത്തിന് നമ്മൾ ഇംപ്രിസൈസ് എന്ന് പറയും. ഓക്കെ, ബ്ലേർഡ് അല്ലെങ്കിൽ ഇൻകറക്റ്റ് യൂസ് ചെയ്യാം. സോ ഇംപ്രിസൈസിന് പകരം ഈ ഓഡിയോയിൽ പറഞ്ഞിരിക്കുന്ന വാക്കാണ് ലൂസ് യൂസ് ഓഫ് ദ വേർഡ്. സോ ആ ലൂസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇംപ്രിസൈസ് ആണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായാലേ നമുക്ക് ആ ആൻസർ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്തതായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന വാക്ക് യൂണിഫോംലി എന്നുള്ളൊരു വാക്കാണ്. ഈ യൂണിഫോംലി അതുപോലെ തന്നെ ഈവൻ പാറ്റേൺ. ഓക്കെ, ഈ ഓപ്ഷനിൽ കണ്ടാൽ അറിയാം, ഈവൻ പാറ്റേൺ അല്ലെങ്കിൽ യൂണിഫോംലി കോമൺ ആയിട്ട് നമുക്ക് അറിയാവുന്ന വാക്കാണെങ്കിൽ പോലും ഇതിൻ്റെ സിനോണിംസ് പറയുമ്പോൾ പലർക്കും മനസ്സിലാവാറില്ല. സോ യൂണിഫോംലി, ഈവൻ എന്നൊക്കെ പറയുന്നത് ഒരേപോലെ എന്നാണ് അതിൻ്റെ മീനിങ് വരിക. ഓക്കെ, സോ ഈവൻ അല്ലെങ്കിൽ യൂണിഫോംലി കൺസിസ്റ്റൻ്റ് ആണ്, ലൈക്ക്, ലുക്ക് ലൈക്ക് എന്നൊക്കെ നമ്മൾ പറയില്ലേ. സോ ഒരേപോലെ എന്ന് കാണിക്കാനാണ്. സിമിലർലി, ഐഡൻറ്റിക്കലി, ഈക്വലി, ഇതൊക്കെയാണ് ഈ ഈവൻ്റെ അല്ലെങ്കിൽ യൂണിഫോംലിയുടെ മീനിങ് വരുന്നത്. സോ ഇവിടെ ഈ ഓപ്ഷനിൽ നോക്കിയാൽ തന്നെ വുഡ് ബി ബെറ്റർ അണ്ടർസ്റ്റുഡ് ഇഫ് ഇറ്റ് പ്രസൻറ്റഡ് മോർ യൂണിഫോംലി. സോ ചിലപ്പോൾ നമ്മൾ സിംറ്റംസ് ഒക്കെ കുറച്ചുകൂടെ യൂണിഫോം ആയിട്ട് പ്രസൻറ്റ് ചെയ്യണം എന്ന് പറയും. ഒരേപോലെ രണ്ട് കണ്ടീഷൻ്റെ സിംറ്റംസ് യൂണിഫോം ആണെന്ന് നമ്മൾ പറയും അല്ലേ. എന്ന് വെച്ചാൽ ആ രണ്ട് കണ്ടീഷൻ്റെയും സിംറ്റംസ് ഒരേപോലെയാണെന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത് കേട്ടോ. സോ യൂണിഫോംലി എന്ന് പറഞ്ഞാൽ ഒരേപോലെ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി അടുത്തായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന വാക്ക് കൺസീൽ എന്നൊരു വാക്കാണ്. ഇതും റീസെൻറ്റ് എക്സാംസിനൊക്കെ കോമൺ ആയിട്ട് കാണുന്നൊരു വാക്കാണ്. ഈവൻ റീഡിങ്ങിൻ്റെ പാർട്ട് എയിൽ വരെ ഈ ഒരു വാക്ക് വന്നിട്ടുണ്ടായിരുന്നു. സോ ഇവിടെയും ക്വസ്റ്റ്യൻ്റെ മീനിങ് എന്ന് പറയുന്നത് ആൻസ് GP ഇനീഷ്യലി ഫെയിൽ ടു ഐഡൻറ്റിഫൈ ഹർ ഡിപ്പെൻഡൻസ്
ഡിപ്പെൻഡൻസ് ബിക്കോസ് ആനിൻ്റെ GP ഡിപ്പെൻഡൻസ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഫെയിലായി. അതിന് കാരണമാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ ഇതാണ്, ഷീ മാനേജ് ടു കൺസീൽ ഇറ്റ്സ് ഫിസിക്കൽ എഫക്ട്സ് ഫ്രം ഹിം. ഈ ഓപ്ഷൻ എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ, അല്ലെങ്കിൽ ആ ഓഡിയോ കേൾക്കുമ്പോൾ ഈ ഓപ്ഷൻ അവർ പറയുന്നുണ്ടോ എന്ന് മനസ്സിലാവണമെങ്കിൽ കൺസീൽ എന്താണെന്ന് അറിഞ്ഞേ പറ്റുള്ളൂ അല്ലേ. കൺസീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ഹൈഡ് ചെയ്യാന്നാണ്. ഓക്കെ, സീക്രട്ട് ആക്കി വെക്കുക. ഓക്കെ, സോ ഈ ഒരു ഓപ്ഷൻ്റെ മീനിങ് ഫിസിക്കൽ എഫക്ട്സ് ഡോക്ടറിൻ്റെ അടുത്തുനിന്ന്, GPയുടെ അടുത്തുനിന്ന് ആൻ മറച്ചു വെച്ചു എന്നാണ്. സോ ഓഡിയോയിൽ മറച്ചു വെക്കുക എന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിലാവണം അല്ലേ. സോ ഹൈഡ്, ഹിഡൻ ഓർ കവർ, സീക്രട്ട്, ഇതൊക്കെയാണ് ഈ കൺസീലിൻ്റെ മീനിങ് വരുന്നത്. ഓക്കെ, സോ ഓഡിയോയിൽ ചിലപ്പം ആൻ ഡിപ്പെൻഡൻസിനെ കുറിച്ച് സീക്രട്ട് ആക്കി വെച്ചു എന്നായിരിക്കും പറയുക. സോ ആ സീക്രട്ട് എന്ന വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് കൺസീൽ ആണെന്ന് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്താലേ ഇവിടെയും നമുക്ക് ആൻസർ എടുക്കാൻ പറ്റുള്ളൂ. സോ കൺസീലിൻ്റെ മീനിങ് ഹൈഡ് ചെയ്യുക, ഹിഡൻ അല്ലെങ്കിൽ സീക്രട്ട് ആക്കി വെക്കുക, കവർ ചെയ്ത് വെക്കുക, ഇതൊക്കെയാണ് അതിൻ്റെ മീനിങ് വരുന്നത്. അടുത്തായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന വാക്ക് അണ്ടർ റിസർച്ച്ഡ് എന്നൊരു വാക്കാണ്. അധികം റിസർച്ച് ചെയ്തിട്ടില്ല എന്നൊരു മീനിങ് ആണ്. ഓക്കെ, റിസർച്ച് വളരെ കുറവാണെന്നാണ്. പിന്നെ അതുപോലെ തന്നെ വേറൊരു വാക്കാണ് പസിൽഡ് എന്നൊരു വാക്ക്. സോ പസിൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂസ്ഡ് എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത് കേട്ടോ. പസിൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂസ്ഡ് എന്നാണ്. സോ പസിൽഡിൻ്റെ സിനോണിമായിട്ട് യൂസ് ചെയ്യാൻ ചാൻസ് ഉള്ള വാക്കുകൾ, ഒന്ന് കൺഫ്യൂസ്ഡ് ആണ്, രണ്ടാമത്തത് നമ്മൾ മിസ്റ്ററി എന്നൊക്കെ പറയും. ഓക്കെ, മിസ്റ്ററി ആണ് എന്ന് പറയും. ഓക്കെ, അൺക്ലിയർ ആണെന്ന് പറയാറുണ്ട്. ഓക്കെ, അൺക്ലിയർ എന്ന് പറയാറുണ്ട്. സോ പസിൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഒരാളുടെ ഫീലിങ്ങിനെ വെച്ചിട്ട് പസിൽഡ് പറയുകയാണെങ്കിൽ that means he is confused. Okay, so what did the athlete called Linda feel about having HA എന്നാണ്. HAനെ കുറിച്ച് എങ്ങനെയാണ് ലിൻഡയ്ക്ക് ഫീൽ ചെയ്തതെന്നാണ്. സോ ലിൻഡ വാസ് പസിൽഡ് അബൌട്ട് ദ സ്പെസിഫിക് കോസ് ഓഫ് ഇറ്റ് എന്ന് പറഞ്ഞാൽ ലിൻഡ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണെന്നാണ്. സോ ഓഡിയോയിൽ പസിൽഡ് എന്ന് തന്നെ പറയണം എന്നില്ല, കൺഫ്യൂസ്ഡ് എന്നോ അൺക്ലിയർ ആയിരുന്നോ എന്നോ എന്നൊക്കെ ആയിരിക്കും പറയുക. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റണം എന്താണ് ഇതിൻ്റെ മീനിങ് എന്നുള്ളത്. പസിൽഡ് എന്ന് പറഞ്ഞാൽ അൺക്ലിയർ, കൺഫ്യൂസ്ഡ്, മിസ്റ്ററി എന്നൊക്കെയാണ് മീനിങ് വരുന്നത്. അടുത്ത വാക്കാണ് കോൺഫ്ലിക്റ്റ്. ഓക്കെ, സോ കോൺഫ്ലിക്റ്റ് അഗെയിൻ നമുക്ക് അറിയാവുന്ന ഒരു വാക്കാണെങ്കിൽ പോലും പലപ്പോഴും ഇതിൻ്റെ സിനോണിംസ് പലർക്കും അറിയില്ല. സോ എസ്പെഷ്യലി റീഡിങ്ങിൻ്റെയും ലിസണിങ്ങിൻ്റെയും പാർട്ട് സിയിൽ ബേസിക് ആയിട്ടുള്ള സിനോണിംസ് അല്ല യൂസ് ചെയ്യുന്നത്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിനോണിംസ് ആണ്. സോ കോൺഫ്ലിക്റ്റ് എന്ന വാക്കിൻ്റെ സിനോണിംസ് എന്ന് പറയുന്നത് ഡിസ്പ്യൂട്ട്, ക്വാറൽ അല്ലെങ്കിൽ ഡിസ്അഗ്രിമെൻ്റ് എന്നാണ്. കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഡിസ്അഗ്രി ചെയ്യാന്നാണ്. സോ കോൺഫ്ലിക്റ്റ് വിത്ത് വൺ അനദർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഡിസ്അഗ്രിയിങ് ഈച്ച് അതർ എന്നുള്ളൊരു മീനിങ് ആണ്. സോ അതിൻ്റെ സിനോണിമായിട്ട് ഓഡിയോയിൽ പറയാൻ ചാൻസ് ഉള്ള വാക്ക് ക്വാറൽ, ഡിസ്പ്യൂട്ട് അല്ലെങ്കിൽ ഡിസ്അഗ്രിമെൻ്റ് ആണ്. ഓക്കെ, ഇനി കുറച്ചുകൂടെ ബേസിക് ആയിട്ടുള്ള വാക്കുകളാണെങ്കിൽ ക്ലാഷ് എന്ന വാക്ക് യൂസ് ചെയ്യാം. ഓക്കെ, കോൺട്രാസ്റ്റ്, ഒപ്പീനിയൻ എന്ന് പറയാം, ഒപ്പോസിങ് എന്നൊരു വാക്ക് യൂസ് ചെയ്യാം, ഡിഫറെൻറ്റ് വ്യൂ പോയിന്റ് എന്ന് പറയാം, ആർഗ്യുമെന്റ് എന്ന് യൂസ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ ഇതിന്റെ സിനോണിംസ് ആണ്. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ വാക്കുകൾ ഒന്ന് കോൺഫ്ലിക്റ്റ് ആണ്, പിന്നെ പസിൽഡ് നമ്മൾ പറഞ്ഞു, അണ്ടർ റിസർച്ച്ഡ് പറഞ്ഞു, കൺസീൽ പറഞ്ഞു, യൂണിഫോംലി അല്ലെങ്കിൽ ഈവൻ എന്നുള്ളൊരു വാക്കിന്റെ മീനിങ് പറഞ്ഞു, ഇംപ്രിസൈസ് എന്ന വാക്കിന്റെ മീനിങ്ങും സിനോണിംസും നമ്മൾ നോക്കി. അതുപോലെ തന്നെ റിസെന്റഡ് എന്ന വാക്കിന്റെ മീനിങ്ങും സിനോണിംസും നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ കുറച്ച് വാക്കിന്റെ ഒക്കെ മീനിങ്ങും സിനോണിംസും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.